മലബാറിന്റെ ഭാവി കിസാൻ മേളയായി മാറുമെന്ന് കരുതുന്ന കേരള കാർഷിക സർവകലാശാല പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ 4ാമത് ഫാം കാർണിവലിന് തുടക്കമായി. കാർഷിക രംഗത്തെ നൂതന സംവിധാനങ്ങൾ പരിചയപ്പെടുത്തുകയും കർഷകരെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കൂടുതലായി കൃഷിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നതിന് ലക്ഷ്യമിട്ടാണ് കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, വീട്ടുപകരണങ്ങൾ എന്തുമാകട്ടെ എല്ലാം ഒരു കുടക്കീഴിൽ. മനസ്സിന് സംതൃപ്തിയേകുന്ന യഥാർത്ഥ ഷോപ്പിംഗ് അനുഭവത്തിനായി ഉടൻ സന്ദർശിക്കുക ഡേ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, വിദ്യാനഗർ റോഡ്, ഉളിയത്തടുക്ക. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ 4ാമത് ഫാം കാർണിവലിന് തുടക്കമായി. 17 ദിവസം നീളുന്ന RARS ഫാം കാർണിവൽ കാർഷിക കേന്ദ്രത്തിലെ ചമയം ഓഡിറ്റോറിയത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു. രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും അവസാനമായി നമുക്കറിയാം, ജമ്മു കാശ്മീരിൽ മാത്രം വിളഞ്ഞിരുന്ന കുങ്കുമ കൃഷി കൃത്രിമമായി ജമ്മു കാശ്മീരിന്റെ സാഹചര്യങ്ങൾ വീടിന്റെ ടെറസിൽ സൃഷ്ടിച്ചുകൊണ്ട് കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന യുവകർഷകരെ നമ്മൾ ഇതിനിടെയാണ് വയനാട്ടിൽ പരിചയപ്പെട്ടിട്ടുള്ളത്. മണ്ണ് വേണമെന്നില്ല കൃഷിക്കിപ്പോ, അല്ലെ? പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന പുതിയ സാങ്കേതിക വിദ്യ അടക്കം കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ളതും ഏറെ ആശാവഹമായ കാര്യം തന്നെയാണ്. ടെറസിൽ കൃഷി ചെയ്യും. അപ്പൊ തീർച്ചയായും നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന രീതിയിൽ ഭക്ഷ്യാവശ്യങ്ങൾക്കുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നുള്ളത് നമ്മളെല്ലാവരും കൈവരിക്കേണ്ട ഒന്നാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും കൃഷിയിലേക്ക്, നമ്മുടെ ഒരു വീട്ടിൽ 10 സെന്റ് സ്ഥലമുള്ള 5 സെന്റ് സ്ഥലമുള്ള ആളുകൾ ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും കൃഷിയിലേക്ക് ഇറങ്ങണം. പുതിയ ഇനം തെങ്ങിൻ തൈകളുടെ വിതരണം കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ അംഗം ഡോക്ടർ ടി സജിത റാണി നിർവഹിച്ചു. കരിമീൻ കുഞ്ഞുങ്ങളുടെ വിൽപ്പന കാസർഗോഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി രാഘവേന്ദ്രയും പൈതൃക വിത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര നടൻ ഉണ്ണിരാജ് ചെറുവത്തൂരും നിർവഹിച്ചു. ഡോക്ടർ വത്സലൻ നായർ പ്രഭാഷണം നടത്തി. ജില്ലാതല ക്യൂസ് മത്സരത്തിലെ വിജയികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനദാനം നിർവഹിച്ചു. ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ, അസിസ്റ്റന്റ് പ്രൊഫസർ KV സുമേഷ്, P കുഞ്ഞിക്കണ്ണൻ, PV ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം നടന്ന ലഹരി വിമുക്ത ബോധവൽക്കരണ സദസ്സിൽ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഡോക്ടർ ബിപിൻ ക്ലാസ് എടുത്തു. രാത്രി ടീം ഹൃദയരാഗം അവതരിപ്പിച്ച ഗാനമേള അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.